എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചികിത്സാ സഹായ അഭ്യർത്ഥനയുമായാണ്. ഇത് എൻ്റെ സഹപാഠിയായിരുന്ന ശ്യാം ഭദ്രനാണ്. ഷേണായി എന്നും അറിയപ്പെടും. ഇവനിപ്പോൾ 6 മാസക്കാലമായിട്ട് സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. ശ്യാമിൻ്റെ ഈ അവസ്ഥ ശ്യാമിനെ അറിയാവുന്നതിലോട്ട് പോലും എത്തിയിട്ടില്ല. അപ്പം മാക്സിമം ആൾക്കാരിൽ എത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശ്യാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അമ്മയോട് ചോദിച്ചറിയാം. അമ്മ ഇപ്പോൾ എത്ര നാളായി ശ്യാമിന് സ്ട്രോക്ക് വന്നിട്ട്? സ്ട്രോക്ക് വന്നിട്ട് ഇപ്പോൾ 6 മാസമാകാൻ പോകും. ഇപ്പം നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോട്ടയത്ത് അവന് തലയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 1 മാസത്തിന് മേളിൽ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി. ഓരോ മാസത്തിലും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അവനെ. ഇപ്പോൾ അവന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തലവേദനയാണ് മെയിനായിട്ടുള്ളത്. മെയിനായിട്ട് തലവേദന കാരണം പ്രശ്നങ്ങളാകുമ്പം മെനഞ്ഞാന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവനെ കൊണ്ടുചെല്ലണമെന്ന്, സ്കാൻ ചെയ്യണമെന്ന് പറയും. അതിന് പോകണം, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ഈ സ്ഥലത്തിന്റെ പ്രോപ്പർ അഡ്രസ് ഒന്ന് ഇത് കായംകുളം പുള്ളിക്കണക്ക് പേരൂർ ജംഗ്ഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പേരൂർ ജംഗ്ഷനിൽ വന്ന് കുറച്ച് തെക്കോട്ട് വരുമ്പോൾ ഞങ്ങളുടെ വീട് 4-5 വീടിന് തെക്ക് വശമാണ്. പിന്നെ അമ്മ ആരൊക്കെ ഉണ്ട് ഇപ്പം ഫാമിലിയിൽ? ആരൊക്കെയുണ്ട്? അവന് 3 കുഞ്ഞുങ്ങളുണ്ട്. അവൻ്റെ വൈഫുണ്ട്, അമ്മയാണ് ഞാൻ. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. ഇതുപോലെ സ്ട്രോക്ക് വന്ന് തളർന്ന് 15 വർഷം പൂർത്തിയായപ്പോൾ പുള്ളി മരിച്ചതാണ്. 7 വർഷമായി പുള്ളി മരിച്ചിട്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് എൻ്റെ കുടുംബം. ഇവനായിരുന്നു മെയിനായിട്ടുള്ള ഒരു അത്താണി. ഇവനായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇല്ല അനങ്ങത്തില്ലല്ലേ? കാലിന് പ്രശ്നമുണ്ടോ? ഈ കാലിനും പ്രശ്നമുണ്ടോ? ചെവിക്കും കേൾവിക്കുറവുണ്ടോ? ഇടത് ചെവിക്കല്ലേ? കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ? കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ? ഇടത്തെ കണ്ണിന് പറ്റത്തില്ല. തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചാണ് വിട്ടത്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അതും ചെയ്യുന്നില്ല. അതും ചെയ്യാതെ പറ്റത്തില്ല. ഇപ്പം ചെന്നപ്പോഴും ഡോക്ടർ ചോദിച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. ചെയ്തിരുന്നെങ്കിൽ അവനിപ്പം നടക്കുമായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതും പറ്റാത്തതിൻ്റെ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഞങ്ങൾ കൂട്ടുകാർ സമാഹരിച്ച ഒരു തുക ശ്യാമിന് കൈമാറി. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ കുടുംബത്തിൻ്റെ മൊത്ത പ്രശ്നങ്ങളും തീരില്ല. കൂടുതൽ സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ശ്യാമിൻ്റെ ട്രീറ്റ്മെൻറ്റും ഈ കുടുംബത്തിൻ്റെ ജീവിതവും മുന്നോട്ട് പോവുകയുള്ളൂ. ഞാൻ വീഡിയോയിൽ തന്നെ ശ്യാമിൻ്റെ ഗൂഗിൾ പേ ഉള്ള നമ്പരും ആ നമ്പറിൽ തന്നെ കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. ശ്യാമിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കാം. അതുപോലെ ഫ്രീ ആയിട്ട് ഫിസിയോതെറാപ്പി സേവനം നൽകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.